എൻ്റെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ അമ്പലമുണ്ട്. നമ്മൾ ഈ കൊച്ചിയിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും മാത്രം ഒരു അമ്പലമാണോ അയോധ്യ രാമക്ഷേത്രം? നമ്മളെ സംബന്ധിച്ച് ശബരിമല അങ്ങനെയുള്ള സ്ഥലമല്ല, ഗുരുവായൂർ അങ്ങനെയുള്ള സ്ഥലമല്ല, ഏതെങ്കിലും ഒരു സ്ഥലം എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. അയോധ്യ അങ്ങനെ നോക്കുമ്പോൾ ചരിത്രപരമായി തന്നെ ഇന്ത്യയുടെ വലിയ ചരിത്രങ്ങളിൽ ഒരു വലിയ ഏടാണല്ലോ അയോധ്യ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചരിത്രം മറക്കരുത്. നമ്മൾ അയോധ്യയിൽ ഇങ്ങനൊരു കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചരിത്രവും കൂടെ ഓർമ്മിച്ചിട്ട് വേണം, അതിൻ്റെ കൂടെ പ്രാധാന്യത്തിൽ വേണം നമ്മൾ ഇതിനെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ വയലാർ എഴുതിയ വരികൾ ഞാൻ ഉദ്ധരിക്കും. ശരിക്കും ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. മറ്റൊന്നുമില്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. എന്താ വരി അദ്ദേഹമാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷേ അവസാനം പറഞ്ഞതുപോലെ ഈ മണ്ണും മതേതര ഇന്ത്യയുടെ മനസ്സും വിഭജിച്ചിട്ട് നമ്മുടെ മതേതര മനസ്സിൻ്റെ മുകളിൽ മുറിവേൽപ്പിച്ചിട്ട് പണിതുയർത്തിയ ഒരു അമ്പലമാണ് രാമക്ഷേത്രം എന്നുള്ളത്. നേരത്തെ സനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളായതും ഇനി അങ്ങനെ അല്ലാത്ത ആളുകളും അത് സ്വീകരിക്കുന്നവരുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. ആ രണ്ട് മനസ്സ് വിഭജനം ഉണ്ടല്ലോ, അത് വന്നിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ പേരിലാണെന്നേ. ആ രണ്ട് വിഭജനം, അങ്ങനെ ഒരു മനസ്സ് പങ്കുവെക്കലും മണ്ണ് പങ്കുവെക്കലും ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോഴും മുറിവായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആരാ ഇതിന് ചുക്കാൻ പിടിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP NDA സഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വലിയ ഫോഴ്സായിരിക്കുന്ന RSSും അന്ന് തന്നെ BJPയും VHP വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെയായിരുന്നു ഇതിൽ വലിയ പ്രക്ഷോഭം നടത്തി അതിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസം മുന്നോട്ട് നിർത്തി അതിൽ ചില ഐതിഹ്യങ്ങൾ പറഞ്ഞ് അത് വീണ്ടും വീണ്ടും എടുത്ത് സ്ഥാപിച്ചെടുത്ത് വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണല്ലോ അവർ ബാബറി മസ്ജിദ് തകർക്കുന്നത്. നമ്മൾക്ക് മനസ്സിൽ ഇപ്പോഴും ആ ചിത്രമില്ലേ, കർസേവർ അവിടെ കയറി കൊടിനാട്ടിയത്. അതിനുശേഷമാണല്ലോ നിലവിൽ ഇവിടെ രാമക്ഷേത്രം, അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നുള്ള വിധിയടക്കം വരുന്നത്. എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച കാര്യം? ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് ഇവിടം. ഈ 2019 സുപ്രീം കോടതിയിൽ വിധിയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം രാമൻ ജനിച്ചത് പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്താണ് എന്നതിൽ തർക്കമില്ല. അതിനാൽ തന്നെ രാമനാണ് ഭൂമിയുടെ പ്രതീകാത്മക ഉടമ. അത് ഒരു കോടതിയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് എന്താ അത്? അത്രയും അധികം വിശുദ്ധമായ ഒരു സ്ഥലം, അവിടെ രാമന് വേണ്ടി ഒരു അമ്പലം ഉയരണം, ഞങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതല്ലേ. ഈ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കലാപങ്ങളുണ്ടായി, ആർക്കൊക്കെ ജീവൻ നഷ്ടമായി, എന്നിട്ടാണല്ലോ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ആരായിരുന്നു അതിന് മുൻകൈ എടുക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹമായിരുന്നു നേരിട്ടെത്തുന്നത്, അദ്ദേഹമായിരുന്നു മുഖ്യ കർമ്മി എന്ന് തന്നെ പറയാം, മുന്നിട്ട് നിന്നാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ചരിത്രം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മതവും വിശ്വാസവും ഒക്കെ ടൂളാക്കി ഒരു ജനതയെ തന്നെ വിഭജിച്ചിട്ട് ഇവിടെ ഒരു അമ്പലവും പണിതുയർത്തിയിട്ട്, ശരി, അതിൻ്റെ മെറിറ്റിനെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ എന്നിട്ട് അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. കാട്ടുമുടിക്കുന്നു. ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ പറയുന്ന ട്രസ്റ്റിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശബരിമല കൊള്ള തട്ടിച്ചു നോക്കിയാൽ തന്നെ വെറും ഒരു പോറ്റിയോ ഒരു ഭണ്ഡാരിയോ മാത്രം നമ്മൾ കുറ്റക്കാരായി പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങളും ഇല്ല, ബോർഡിലിരിക്കുന്നവരാരും ഇല്ല. പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്തം ഇതുണ്ട്. കണ്ടിട്ടും കണ്ണടച്ചോ, അല്ലെങ്കിൽ ഇത് അറിയാതെ പോയോ, എങ്ങനെയാണെങ്കിലും ഇത് സംരക്ഷിക്കാനാണല്ലോ ഇവർ നിർത്തുന്നത്. അപ്പം ഞാനാലേക്ക് ഇത് വിശ്വാസത്തെ മുഴുവൻ ചൂഷണം ചെയ്ത് ഇങ്ങനെ ഒരു കാര്യവും ഉണ്ടാക്കിയിട്ട് കള്ളം അപഹരണം നടത്തുന്ന മൂന്നാംകിട കള്ളന്മാരെ പോലെയല്ലേ ഇവരിവിടെ പെരുമാറുന്നത് എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അവർക്കിതൊരു വോട്ട് ബാങ്കും പിന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയുമായിരുന്നു ഈ രാമക്ഷേത്രം അടക്കം. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നിർവഹിച്ചുകൂടെ ഈ കാര്യത്തെ? ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും രാമനാമം ജപിക്കുന്ന ഈ നാട്ടിലെ വിശ്വാസികൾ മുഴുവൻ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നത് രാമനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് ഇത് കക്കുകയായിരുന്നു എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ചുക്കാൻ പിടിച്ചത് മുഴുവൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളല്ല. പക്ഷേ ഈ അമ്പലം വരുന്നപ്പം കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ ഞങ്ങൾ കൂടി ഇതിൽ ഭാഗവാക്കാണ്, ഞങ്ങൾ കൂടി മുൻകൈ എടുത്തിട്ടാണ് ഈ അമ്പലം പണിതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നിലയുണ്ട്. പക്ഷേ അവിടെയുള്ള ചുമതലക്കാരായും അല്ലാതായും ജോലികളുമായും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ബന്ധു നിയമനം പോലെയാണല്ലോ. അത് അടുപ്പിച്ചടുപ്പിച്ച് ഇന്ന ആളുകളെയൊക്കെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ അളിയന്, പിന്നല്ലാതെ എൻ്റെ സഹോദരന്, മറ്റുള്ളവർ, ഡ്രൈവർ എന്നൊക്കെ തുടങ്ങി എല്ലാം ബന്ധുക്കളാണ്. ഇത് മുഴുവൻ BJPയുമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടും RSSുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് അവിടെ ജോലി എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കൂടുതൽ ഉത്തരവാദിത്തം. മറ്റെവിടുന്നെങ്കിലും പുറത്തു നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നല്ല. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വെറുമൊരു ചമ്പത്രായല്ല, കാര്യമായ ചമ്പത്രായും അനിൽ മിശ്രയും രാജിവെച്ചതുകൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ തീരുന്നില്ല. 8 പേരെ അറസ്റ്റ് ചെയ്തതിൽ പണം എണ്ണുന്നയാൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു തലവൻ,
പിന്നെ ഒരു മുൻ റിട്ടയർഡായ ഇതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ. നേരത്തെ തന്നെ സനി ചേട്ടൻ ഇതിൻ്റെ സെക്യൂരിറ്റി ഇതുകൾ ചൂണ്ടിക്കാട്ടി. ഞാൻ നോക്കുമ്പോഴും 3 ലെയർ സെക്യൂരിറ്റി, പിന്നെ അത് മാത്രമല്ല അസംഖ്യം CCTV ക്യാമറകൾ. ആ ക്യാമറകളിൽ തന്നെ സംശയാസ്പദമായി എന്തെങ്കിലും ഒരു വ്യക്തിയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി AI സാങ്കേതികവിദ്യ കൂടി ഉപയോഗിക്കുന്നു. AI ഒക്കെ അത്രയും മോസ്റ്റ് മോഡേൺ കാര്യങ്ങളല്ലേ നമുക്ക് നിലവിൽ മുമ്പിലുള്ളതിൽ വെച്ച് AI ഉപയോഗിച്ചാണല്ലോ നമ്മളത്. അപ്പോൾ എന്തെങ്കിലും പന്തികേടുള്ള ആളുകളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുമാത്രമോ അത്രയധികം ഉദ്യോഗസ്ഥർ, പിന്നെ 4 കിലോമീറ്റർ ദൂരത്തിൽ ഭയങ്കര സുരക്ഷയുള്ള ചുറ്റുമതിൽ എന്ന് പറഞ്ഞ് നൂതന സ്കാനറുകൾ, ഈ തെർമൽ സ്കാനറോ അല്ലാത്തതുമല്ല, അടക്കമുള്ള ഈ സ്ഥലത്ത് നിന്ന് മേൽപ്പറഞ്ഞ ഒരു CCTVനെ ഏതോ ഒരാൾ നിന്നുകൊണ്ട് മറച്ചുകൊണ്ട് പൈസയും എടുത്തു കൊണ്ടുപോയാൽ ഇത്രയധികം തട്ടിപ്പ് സാധ്യമാകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ. അപ്പോൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അങ്ങ് പെടുത്തുക എന്നുള്ള സാധാരണ ലോക്കൽ പോലീസിൻ്റെ ഒരു ഔചിത്യം വെച്ചുകൊണ്ട് നമുക്ക് ഇത്ര വലിയ സ്ഥലത്തുള്ളൊരു കൊള്ളയെ നമുക്ക് ലൈറ്റാക്കി കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒന്നും പറ്റില്ല. ഇതിപ്പോൾ നേരത്തെ ഒരു മുഴ മുമ്പേ ഇപ്പോൾ മുരാരി ബാബുവൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയില്ല, ഞാൻ ഒഴിയുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നു, അതിനുശേഷമാണ് പ്രശ്നമായതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പിടിയിലായി, അദ്ദേഹം വിചാരണ നേരിട്ടു, അദ്ദേഹം ജയിലിൽ കിടന്നു. അതിനുശേഷമാണ് പിന്നെ സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങുക ചെയ്തത്. ചമ്പത്രായ രാജിവെച്ചതുകൊണ്ട് കാര്യമായോ? ഇല്ല. അദ്ദേഹത്തിന് ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ 8 പേരിലും അതിനോട് ബന്ധപ്പെട്ട ഈ എണ്ണുന്നവരും അല്ലാത്തവരിലും ആയിക്കഴിഞ്ഞു ഇത്തിരി കൂടി ചിലപ്പോൾ അവിടെ വൃത്തിയാക്കുന്നതോ ഇനിയിപ്പോൾ ശാന്തിയിലേക്കോ ആരിലെത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പോലും ട്രസ്റ്റിലേക്ക് ഈ അന്വേഷണം എത്തുക തന്നെ വേണം. എത്തിയില്ലെങ്കിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പൊതുജനം മനസ്സിലാക്കുക. ഞാനെന്തായാലും ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്.